പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 2023 വർഷത്തെ വിവിധ കോളേജുകളുടെ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആരംഭിച്ചു. അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 12/6/2023 ആണ്. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് മാനേജ്മെൻറ്റ് കോളേജിലും അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജിലും അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ്. അവിടെയുള്ള മെറിറ്റ് സീറ്റുകളിലേക്ക് യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെന്റ് വഴിയാണ് അഡ്മിഷൻ നടത്തപ്പെടുക. ഇതുകൂടാതെ ഗവൺമെന്റ് കോളേജുകളിലുള്ള സ്പോർട്സ് കോട്ടയിലേക്കും അതുപോലെ എയ്ഡഡ് കോളേജുകളിലുള്ള കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് അതുപോലെ സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയ ശേഷം കോളേജുകളുമായി നേരിട്ട് ബന്ധപ്പെടുകയാണ് വേണ്ടത്. കോളേജിൽ പോയി നിങ്ങൾ രണ്ടാമത് ഒരു ആപ്ലിക്കേഷൻ അവിടെ നൽകേണ്ടി വരുന്നതാണ്. കോളേജിലേക്ക് പോകുമ്പോൾ ഏകജാലകം അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ആവശ്യമായ മറ്റു രേഖകളും കയ്യിൽ കരുതുക. ഗവൺമെൻറ് കോളേജുകളിലും അതുപോലെ എയ്ഡഡ് കോളേജുകളിലും അഡ്മിഷൻ ലഭിച്ചാൽ ചെറിയ ഫീസാണ് വരിക. ഒരു 2500 രൂപ മുതൽ 5000 രൂപ വരെയൊക്കെയാണ് ഫീസ് വരിക. അതേസമയം സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ ഓരോ 6 മാസവും നിങ്ങൾ സെമസ്റ്റർ ഫീസ് നൽകേണ്ടി വരുന്നതാണ്. 10,000 രൂപ മുതൽ 20,000 രൂപയോളം നിങ്ങൾ ഫീസ് നൽകേണ്ടി വരും. ഗവൺമെൻറ് കോളേജിലേക്കും എയ്ഡഡ് കോളേജിലേക്കും ഒരു വർഷത്തേക്കുള്ള ഫീസാണ് നേരത്തെ പറഞ്ഞത്. അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 20 ഓപ്ഷനുകളാണ് മാക്സിമം നൽകാൻ വേണ്ടി സാധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യൽ നിർബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകൾ മാത്രമേ നിങ്ങൾ നൽകാൻ പാടുള്ളൂ. അലോട്ട്മെൻറ്റ് ലഭിച്ചു നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകൾക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളതായിരിക്കണം ഒന്നാമത്തെ ഓപ്ഷനായി നൽകേണ്ടത്. പിന്നീട് വരുന്നവയും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓർഡറിൽ തന്നെയാണ് നൽകേണ്ടത്. അപ്ലൈ ചെയ്യാനായി SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 300 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 500 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. +2 തലത്തിൽ NSS, NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, റേഞ്ച് ആൻഡ് റോവർ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ ഉള്ള വിദ്യാർത്ഥികൾക്ക് 15 മാർക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ നേറ്റിവിറ്റിയുള്ള ജില്ലയിൽ തന്നെയുള്ള ഗവൺമെൻറ് കോളേജിലോ എയ്ഡഡ് കോളേജിലോ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ് ബോണസ് പോയിന്റ് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ താമസിക്കുന്ന അതേ താലൂക്കിൽ തന്നെയുള്ള ഗവൺമെൻറ് കോളേജിലോ എയ്ഡഡ് കോളേജിലോ ആണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിലും 10 പോയിന്റ് രണ്ടാമതും ബോണസ് പോയിന്റ് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ പുറമെ വയനാട് ജില്ലയിലെ ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വയനാട് ജില്ലയിലുള്ള കോളേജുകളിലേക്ക് 20 പോയിന്റ് ബോണസ് പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസുകളും മറ്റു ഡീറ്റെയിൽസുകളും എന്തൊക്കെ എന്നുള്ള കാര്യം നോക്കാം. വിദ്യാർത്ഥിയുടെ ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, അതുപോലെ മൊബൈൽ നമ്പർ വേണം, ഇമെയിൽ ID വേണം. നമ്മുടെ ബർത്ത് പ്ലേസും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും തെളിയിക്കാൻ വേണ്ടി 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതിലേതെങ്കിലും കൈവശം വേണം. +2 റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങളുടെ കൈവശം വേണം. അതുപോലെ റിസർവേഷൻ ഉള്ള വിഭാഗമാണെങ്കിൽ OBC വിഭാഗമാണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൈവശം വേണം. അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിൽ വരുന്ന EWS വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട EWS സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം വേണം. SC/ST വിഭാഗത്തിൽ വരുന്നവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൈവശം വേണ്ടതാണ്. അതുപോലെ ഫീസ് ഇളവിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങളുടെ കൈവശം വരുമാന സർട്ടിഫിക്കറ്റ് കൈവശം കരുതേണ്ടതാണ്. അതെല്ലാം നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കോളേജിൽ നൽകിയാൽ മതിയാകും. ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഇൻട്രോ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി UG ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോകൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.